ഗുഡ് മോർണിംഗ് ഗൈസ്. ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കോലാപ്പൂർ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഒരു പമ്പിലാണ് കേട്ടോ. കോലാപ്പൂർ കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പമ്പിലാണ് നമ്മളുള്ളത്. നമ്മുടെ ബോംബെയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ലോഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു പമ്പാണ്. എല്ലാ വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഇടുന്ന എണ്ണയും ആഡ്ബ്ലൂ എല്ലാം വെച്ചിട്ട് വണ്ടി വെച്ചതാണ് കേട്ടോ. നമ്മുടെ വണ്ടി അത് അങ്ങാട് ഒറ്റക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. നല്ല മഴക്കാറിലുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഇടുന്ന ഒരു കുളിയെല്ലാം പാസ്സാക്കിയിട്ട് നേരെ വിടാൻ പോവുകയാണ്. കുറേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഓയിലിൻ്റെ പാർക്കിംഗ് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. ടിൽപ്പിനേട്ടനെ തന്നെയാണ് ഇന്നത്തെ ഡ്രൈവർ. ഫസ്റ്റ് രാവിലത്തെ ഇതാണ് കേട്ടോ. നമ്മൾ എണ്ണ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പോട് വിട പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഒരു KL രജിസ്ട്രേഷൻ വണ്ടി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ RTO ചെക്ക് പോസ്റ്റിൽ കർണാടക RTO ചെക്ക് പോസ്റ്റിൽ പൈസ എല്ലാം കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവർക്കെല്ലാം ഇങ്ങോട്ട് പൈസ മാത്രം മതി. നമ്മൾ ഇത്രയും ലോഡ് കയറ്റിയിട്ട് ഇതിൻ്റെ ഒക്കെ GST അടച്ചിട്ട് വരുന്ന വണ്ടികളാണ് ഇതല്ലാതെ. എന്നിട്ടും ഇവർക്ക് പൈസ കൊടുത്ത് എന്തും ശരിയാകുന്നില്ല ഒരു രീതിയിലാണ് ഇവരുടെ മൊത്തം കേരളം വിട്ടാൽ മൊത്തത്തിലുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ നിന്നും ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടിക്കും കേരളത്തിൽ ഇതേ സെറ്റപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഗായ്സ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇതാ ഒരു പ്ലെയിനൊക്കെ ഉണ്ട് കേട്ടോ. ടയറൊന്നും ഇല്ലാത്ത പ്ലെയിൻ. ഫ്രണ്ട് ടയറിലുണ്ട്. ഒരു പ്ലെയിനൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഈ കാട്ടുമുല്ലയിൽ ഒറ്റക്ക് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഫുള്ള് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏകദേശം സർവീസ് റോഡിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അത് ഇനിയുണ്ടോ ടോള്? പക്ഷെ റോഡ് പണി നടക്കുന്നുണ്ടായാലും നമ്മുടെ ഇന്ന് ടോള് പിരിക്കുന്നതിന് ഒരു കുറവുമില്ല കേട്ടോ. ഒരു അണ്ടർപാസ് ബാബാജി എന്ത് ഘട്ടനയാണ് റോങ്ങിലെല്ലാം വന്ന് ഇപ്പോൾ കുടുങ്ങും എല്ലാവരും കയറ്റിക്കും. കാഴ്ചയിലോടി വലിയൊരു ഫ്ലൈ ഓവറിൻ്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പുറ സൈഡിലോടി റോഡ് ബ്ലോക്കാണ്. എല്ലാ വണ്ടിയും വൺ വേയിലോടി ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. ഈ ലോടിയാണ് പോകുന്നത്. അതുകൊണ്ട് മുമ്പിൽ ബ്ലോക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോക്കെല്ലാം മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ പാലത്തിന്. ഒരു മലയുടെ ചെരുവിൽ ഇതിലൂടെ കയറുന്ന ചെറിയൊരു കയറ്റമാണ് കേട്ടോ. വലിയ കുത്തുകയറ്റൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് ഇത്രയും ആയിട്ടില്ലല്ലോ ഒരു പാലം പണിയുന്ന. മലമുകളിലും കാണുമ്പോൾ തട്ടി പൊളിയുണ്ടല്ലോ. ഫുള്ള് പുല്ല് നട്ടു. സ്വിറ്റ്സർലാൻഡാണോ? ട്രാവൽസിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. ഇതാണോ മറ്റേ പുഴ? അല്ലല്ലോ. വലിയൊരു പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ. വലിയൊരു പുഴയൊക്കെ ആയിട്ട്. ഇതല്ലല്ലോ. വെൽക്കം എത്താനായിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രാമം നോക്ക് അങ്ങപ്പുറം ഗൈസ്. അപ്പോൾ നമ്മൾ മുംബൈ ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന് തെറ്റി അങ്കോള റോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്കോളൊക്കെ പോകുന്ന വഴിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. വഴി സിംഗിൾ വഴിയാണ്. ഏകദേശം പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ചുറ്റും കൃഷിഭൂമികൾക്ക് നടുവിലൂടെ കേട്ടോ നമ്മുടെ യാത്ര. ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടില്ല. എതിർവശത്തുനിന്നും വണ്ടിയെല്ലാം വന്നുകൊണ്ടുണ്ട് കേട്ടോ. മൺകട്ട കെട്ടിയ ബിൽഡിങ്സ്. ചുറ്റിലും പുളിമരമാണ് കേട്ടോ. പുളിമരങ്ങൾക്ക് നടുവിലൂടെയാണ് കേട്ടോ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എത്തുമ്പോൾ ലൈനിട്ട റോട്ടിലൊക്കെ എല്ലാം കയറുന്നുണ്ട്.
ചുറ്റിലും പാടവുമാണ്. ഭയങ്കരത്തിൽ കാറ്റ് വീശുന്നുണ്ട്. മാവും തോട്ടം ഗായ്സ്. അപ്പോൾ സമയം 2:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ റോഡ് സൈഡ് വണ്ടി സൈഡാക്കിയാന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കട ആണെന്ന് വെജ് പുലാവ് കഴിച്ചു കേട്ടോ. കേരള വണ്ടി 2-3 പാസ്സാവുന്നുണ്ട്. ഇത് ഞാൻ അങ്കോളയിലേക്ക് പോകുന്ന റോഡാണ്. നമ്മളും അങ്ങോട്ട് തന്നെയാണ് കേട്ടോ. ഇത് നേരെ മറ്റേ എന്താ ചിത്രദുർഗ ബോംബെ റോഡിൽ ടച്ചാവും കേട്ടോ ഈ റോഡ് പോയിട്ട്. അപ്പോൾ നമുക്കിനി നേരെ ഇവിടുന്ന് വിടാം. കഴിച്ചപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നടന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബെല്ലാപൂർ റോഡിലൂടെ പോയിക്കൊണ്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കൈമാറിയിട്ടുണ്ട് വീണ്ടും ടിൽവിനേട്ടാൻ. ഗായ്സ് അടിപൊളിയൊരു വൈബാണ് കേട്ടോ കിട്ടുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ നല്ലൊരു മഴ പെയ്തിട്ട് പോയ ടൈമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. ഗായ്സ് അപ്പോൾ നമ്മൾ അർജുൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം. അമ്പലമൊക്കെ കുറേ പണിയെടുത്ത സ്ഥലങ്ങളൊക്കെയാണല്ലോ ഇത്. ഇതാണ് കേട്ടോ അർജുൻ്റെ വണ്ടി ഇടിയാൻ കാരണമായ ഭാഗം. വണ്ടി അപകടത്തിൽപ്പെടാം. പിന്നെ വണ്ടി കിട്ടിയായിരുന്നു ഇടിൻ്റെ നേരെ താഴ്ന്നത്. വണ്ടിയുടെ വണ്ടി ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മംഗലാർ റൂട്ടിലൂടെ പോയിക്കൊണ്ടുണ്ട്. തിരൂരൊക്കെ കഴിഞ്ഞ് മംഗലാരത്തേക്ക് ദേവഗിരി മംഗലാർ റൂട്ടിൽ പോയിക്കൊണ്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഴ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം. അപ്പോൾ ഹൊണ്ണാവര ടൗൺ കഴിഞ്ഞിട്ട് പുഴ എൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു പുഴയാണ് കേട്ടോ കാണുന്നത്. ശാരവതി റിവർ. उधर देखो, इधर बोट है. വിജയാനന്ദ് DRLൻ്റെ ബസ്സാണ് കേട്ടോ. കുറേ ബോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട്. ഇഷ്ടം പോലെ ബോട്ടാണുള്ളത്. എന്ത് ബുക്കാ? മത്സ്യകൃഷിയാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ നടുവിലൊരു ചെക്കനുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മംഗലാപുരത്തിൻ്റെ അടുത്ത് ഉടുപ്പി റോഡിലുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ടോൾ പ്ലാസയിൽ വണ്ടി നിർത്തിയാണ്. കാരണം ഞായറാഴ്ച ആണ് ലോഡൊന്നും ഇറക്കില്ല. നാളെ മാത്രമേ ഇനി ലോഡ് ഇറക്കൂ. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി സൈഡാക്കിയാന്ന് കേട്ടോ. നേരെ ഇടുന്ന് വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ആദ്യത്തെ ടോളും കയറാൻ പോകുന്നുണ്ട് കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഇനി ഒരു 10-15 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ.
മംഗലാപുരത്തേക്ക്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മേലോടി പോകുന്നുണ്ട്. താഴെ ടൗണിലുള്ള ആൾ നിന്നിട്ടുണ്ട് കേട്ടോ, ബസ് കാത്തിട്ട്. ഇപ്പോൾ നമ്മൾ സൂറത്തുക്കൽ ടൗണിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ മാക്സിമം. ഗായ്സ്, അപ്പോൾ നമ്മൾ മംഗലാപുരം ന്യൂ പോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു പമ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഭാരതിൻ്റെ ഒരു പമ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അംബുജ സിമെൻറ്റ്, അദാനിൻ്റെ സിമെൻറ്റ് ഗോഡൗണാണ് കേട്ടോ. ഇവിടെ നമ്മൾ ലോഡൊക്കെ എടുത്തിട്ടുണ്ട്. ACC സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. സിമെൻറ്റ് ഫാക്ടറി അല്ല, സിമെൻറ്റ് ഗോഡൗൺ. നമ്മുടെ കാന്തൻ്റെ വണ്ടി ഈടുന്നാണ് കേട്ടോ കൽക്കരിയെല്ലാം എടുത്തിട്ട് ബെല്ലാരിക്ക് പോകുന്നത്, ന്യൂ പോർട്ടിൽ നിന്ന്. ഇന്ന് 10 മണി വരെ എൻട്രി ഉള്ളൂ പോർട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കയറാൻ പോകുന്നുണ്ട് കേട്ടോ. കേരളത്തിലേക്ക് ആദ്യ ടോള് ഇത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കർണാടകത്തിലാണുള്ളത്. ഇത് കഴിഞ്ഞാൽ നേരെ കേരളത്തിലെ ഈ ടോൾ പ്ലാസ കഴിഞ്ഞാൽ കേരളമാണ് കേട്ടോ. അപ്പോൾ നേരെ കേരളത്തിലേക്ക് എല്ലാവർക്കും കേരളത്തിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 6 ലൈനിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ വർക്ക് ഏറ്റെടുത്തിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടായ ULCC ആണ് കേട്ടോ, ഊരാളങ്കൽ ലേബർ സൊസൈറ്റി. അവരാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഗായ്സ്, അപ്പോൾ നമ്മൾ കാസർഗോഡ് ടൗണിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. കാസർഗോഡ് ടൗണിലുള്ള ഏറ്റവും വലിയ ഫ്ലൈ ഓവർ ആണ് കേട്ടോ ഈ കാണുന്നത്. സിംഗിൾ ഫില്ലറിൽ നിർമ്മിച്ച ഇത് കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, പ്രൈവറ്റ് സ്റ്റാൻഡ്. അപ്പോൾ നേരെ പോയാൽ പോയി ചെറുക്കളത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. കാരണം ചെറുക്കള റോഡ് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് തെറ്റിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയിട്ട് ചന്ദ്രഗിരി വഴിയാണ് കേട്ടോ പോകാനുള്ളത്. ഉദുമ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് റോഡ് 15 കിലോമീറ്റർ. മാലിക്കിന് 3 കിലോമീറ്റർ കേട്ടോ. അത് ആ കണ്ടെയ്നർ പോകുന്ന വഴിയിലൂടെ നമ്മൾ പോകും. നേരെ പഴയ സ്റ്റാൻഡ് നമ്മൾ ലെഫ്റ്റ് തിരിയും. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന ബേക്കലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ എൻട്രി. എല്ലാം മഴയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിലൊരു KA രജിസ്ട്രേഷൻ വണ്ടി പോകുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് പോകുന്ന മാവുങ്കാലേക്കാണ് കേട്ടോ. നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. ഇവിടെ നമ്മുടെ നാട്ടിലേക്കുള്ള എല്ലാ ബസ്സും ഇവിടെ ഉണ്ടാവും. ഇത് പഴയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, പ്രൈവറ്റ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട് PS സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ പടന്നക്കാട് റെയിൽവേ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ പുതിയ NH-66ൻ്റെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്. ക്രെയിനിടെ ജസ്റ്റ് ബൂമൊന്നും അടിക്കാതെ വെറുതെ ജസ്റ്റ് ഒന്ന് പൊക്കിയത് മാത്രമാണ് കേട്ടോ. അപ്പോൾ തന്നെ പാലത്തിനേക്കാൾ ഏറ്റവും ടോപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. അത് നോക്ക് എത്രയൊക്കെ ഉണ്ട് നോക്ക്. കാഴ്ച അപ്പം നമ്മൾ എന്താ ചെറുത്തൂർ നമ്മുടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. വീരപ്പനെ ഫുള്ള് ചെളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ആണ് കണ്ണൂർ ഡെലിവറി കൊടുക്കാനുണ്ട്.